നമസ്കാരം. SSC മലയാളിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്, അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയും. അപ്പോൾ ഇത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല അല്ലെ. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അത്യാവശ്യം നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക് ആണ്. പ്രത്യേകിച്ച് CGL Tier 2 ഒരുപാട് മാർക്ക് നിർണ്ണയിക്കുന്ന ടൈപ്പ് ഒരു ടോപ്പിക് ആണ്. പക്ഷെ ഇത് അതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയും കൂടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ പറയുന്ന എല്ലാ റൂൾസും കൃത്യമായി കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പറയാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യമായിട്ട് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ബേസിക് ആയിട്ട് എന്താണ് ഇതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്താണ്? അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ഒരു കാര്യം പറയുന്നു. ആ പറഞ്ഞ കാര്യം ആ കേൾക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ മൂന്നാമതൊരാളോ റിപ്പോർട്ട് ചെയ്യണം അല്ലെ. ഒന്നാമത്തെ ആള് രണ്ടാമത്തെ ആളോട് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഒന്നാമത്തെ ആള് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇയാള് എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പോൾ ഇതില് നമ്മൾ ഓരോ ടെൻസിലുള്ള അല്ലെങ്കിൽ ഓരോ ടൈപ്പിലുള്ള സെന്റൻസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് വരേണ്ടത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പാസീവ് ആക്റ്റീവ് വോയിസ് അല്ലെ, ആക്റ്റീവ് പാസീവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, നമ്മളെ ഒരു ടൈപ്പ് ടോപ്പിക് ഉണ്ട്. അതിൽ നമ്മൾ ടെൻസ് ഒരു കാരണവശാലും ചേഞ്ച് ആവില്ല. കാരണം പറയുന്ന സമയത്ത് തന്നെ പറഞ്ഞ കാര്യം വേറൊരു രീതിയിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ആക്റ്റീവ് പാസീവ്. വോയിസ് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. പക്ഷെ ഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിൽ അതിൽ നമ്മൾ പറഞ്ഞ സമയത്ത് ശേഷമുള്ള, അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഡയലോഗ് അല്ലെങ്കിൽ ആ ഒരു കാര്യം പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും പറയുന്നുണ്ടാവുക. അപ്പൊ ആ ടൈം ഡിഫറൻസ് കാരണം എന്താവും? അത് ടെൻസ് മാറും. അപ്പൊ ടെൻസ് ചേഞ്ച് ഉണ്ടാവുന്നതാണ് ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞത്. ഓക്കെ, റിപ്പോർട്ടഡ് സ്പീച്ചിൽ ടെൻസ് ചേഞ്ച് ഉണ്ടാവുന്ന കേസുകൾ ഒരുപാട്. അപ്പൊ ആദ്യമായിട്ട് റാം പറയാണ് ഐ എം ഗോയിങ് ഫോർ എ വാക്ക് എന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് അത് കേട്ട ഒരാൾ പറയാം റാം സെഡ് ദാറ്റ് ഹി വാസ് ഗോയിങ് ഫോർ എ വാക്ക്. റാം ഇങ്ങനെ പറയുന്നു. ഇപ്പൊ റാം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ റിപ്പോർട്ട് ചെയ്തു റാം സെഡ് ദാറ്റ് ഹി വാസ് ഗോയിങ് ഫോർ എ വാക്ക്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഐ ആം ഗോയിങ് മാറിയിട്ട് എന്തായി? ഇത് നമുക്ക് പറയാം പ്രസന്റ് ടെൻസിലാണ്. നമുക്കറിയാം പ്രസന്റ് ടെൻസ് ആണ്. അത് മാറിയിട്ട് വാസ് ഗോയിങ് ആയി, പാസ്റ്റ് ആണ് നമുക്കറിയാം. ഓക്കെ, ഒന്നാമത്തെ റൂൾ ഇതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്രേ ഉള്ളൂ. റിപ്പോർട്ടിംഗ് വേർബ് അതുപോലെ ഡയറക്റ്റ് സ്പീച്ചിലെ വേർബ് ഇതാണ്. അതായത് ഇപ്പൊ ഇതാണ് നമ്മുടെ ഡയറക്റ്റ് സ്പീച്ച് എന്ന് വിചാരിക്കും. ഇതാണ് നമ്മുടെ ഡയറക്റ്റ് സ്പീച്ച് അല്ലെ. അപ്പൊ റാം സേസ് എന്ന് പറഞ്ഞിട്ട് റാം പറഞ്ഞു അല്ലെ പറയുന്നു, കോമ അതിനുശേഷം ഇൻവേർട്ടഡ് കോമാസിൽ അല്ലെ ഐ ആം എ ടീച്ചർ എന്ന് പറയുന്നു. ഇതാണ് നമ്മുടെ ഡയറക്റ്റ് സ്പീച്ച്. നമുക്ക് DS എന്ന് പറയാം. ഓക്കെ, ഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയാം. റിപ്പോർട്ടഡ് സ്പീച്ച് അല്ല, ഡയറക്റ്റ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ച് ഇതാണ്, രണ്ടാമത്താണ്. ഇത് ഡയറക്റ്റ് സ്പീച്ച് ആണെങ്കിൽ ഈ പറയുന്ന സാധനം എന്താണ്? റാം സേസ് എന്ന് പറയുന്നത് നമുക്ക് റിപ്പോർട്ടിംഗ് സ്പീച്ച് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ട് ഇത്രേ ഉള്ളൂ. ഈ റിപ്പോർട്ടിംഗ് സ്പീച്ചിലെ വേർബ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ്. ഇതിലെ വേർബിന്റെ ടെൻസ് അനുസരിച്ച് നമുക്ക് ബേസിക് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ വേർബിന്റെ ടെൻസ് മാറ്റണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യണം. ഓക്കെ, ബേസിക് എടുത്തിട്ടുള്ളൂ. റിപ്പോർട്ടിംഗ് വേർബിലെ ടെൻസ് പ്രസന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ നമ്മൾ ടെൻസിനെ കുറിച്ച് ബോധർ ആവേണ്ട ആവശ്യമില്ല. ടെൻസ് വിൽ നോട്ട് ചേഞ്ച്, ഇറ്റ് വിൽ നെവർ ചേഞ്ച്. ഓക്കെ, റിപ്പോർട്ടിംഗ് സ്പീച്ചിലെ വേർബ്, അതായത് റിപ്പോർട്ടിംഗ് വേർബ് ആയിട്ടുള്ള ഈ സേസ് പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ഇവിടെ ഒരു കാരണവശാലും ചേഞ്ച് വന്നിട്ടില്ല. അപ്പൊ റിപ്പോർട്ടിംഗ് വേർബ് പ്രസന്റ് ടെൻസോ ഫ്യൂച്ചർ ടെൻസോ ആണെങ്കിൽ എന്താണ്? ഡയറക്റ്റ് സ്പീച്ചിലെ വേർബ് ഒരു കാരണവശാലും ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇവിടെ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഇവിടെയും സിമ്പിൾ പ്രസന്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ടീന സേസ് ടു മീ ഐ വർക്ക് ഫോർ ദ ഗവൺമെന്റ്. അപ്പൊ ടീന സേസ് ടു മീ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ മാറ്റങ്ങൾ വരുന്നത്, അതായത് വേർഡ്സിന് വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കണം. സേസ് ടു എന്നുള്ളത് ടെൽസ് മീ ആയി. ഇത്രേ ഉള്ളൂ. അപ്പം സേ ടു എന്താവും? വിൽ ബി കൺവേർട്ടഡ് ടു ടെൽ ആവും. സെഡ് ടു ടോൾഡ് ആവും. സേസ് ടു ടെൽസ് ആവും. ഓക്കെ, അപ്പൊ ടീന സേസ് ടു മീ ടീന ടെൽസ് മീ ആയി. പിന്നെ നമ്മൾ ഒരു ഡയറക്റ്റ് സ്പീച്ച് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദാറ്റ് എന്ന് പറഞ്ഞിട്ടാ പറയാം അല്ലെ. ടെൽസ് മീ ദാറ്റ് എന്തായാലും നിർബന്ധമാണ്. ടീന ടെൽസ് മീ ദാറ്റ്. ഇനി ഐ എന്താവും? ഷീ ആവും. പിന്നെ ഇവിടെ ടെൻസ് ഒരു കാരണവശാലും ചേഞ്ച് ചെയ്തിട്ടില്ല. കാരണം എന്താണ്? ഇവിടെ
പ്രസന്റ് ടെൻസ് ആണ് റിപ്പോർട്ടിംഗ് സ്പീച്ചിലുള്ള വേർബിന്റെ ടെൻസ് പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട്. ഓക്കെ, പ്രസന്റ് ടെൻസോ ഫ്യൂച്ചർ ടെൻസോ ആണെങ്കിൽ ഡയറക്റ്റ് സ്പീച്ചിലെ വേർബിന്റെ ടെൻസ് മാറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ വർക്ക് ഫോർ ദ ഗവൺമെന്റ് എന്താണ് ആക്ച്വലി സിമ്പിൾ പ്രസന്റ് ആണ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അതേ സെയിം ഇത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ദാറ്റ് ഷീ വർക്ക്സ് ഫോർ ദ ഗവൺമെന്റ്, ഷീ വർക്ക്സ് ഫോർ ദ ഗവൺമെന്റ്. സിമ്പിൾ പ്രസന്റ് ആണ്, ഒരു മാറ്റമില്ല. ഐ സേ ടു ഹർ ഐ ഷാൽ അറ്റൻഡ് ദ സെറിമണി. ഐ സേ ടു ഹർ ഐ ഷാൽ അറ്റൻഡ് ദ സെറിമണി. ഓക്കെ, അപ്പൊ സേ ടു വന്നിട്ട് ടെൽ ഐ ടെൽ ദാറ്റ് ഐ ഷാൽ അറ്റൻഡ് ദ സെറിമണി. ഒരു മാറ്റമില്ല, ഐ ആയതുകൊണ്ട് ഒരു മാറ്റവും വരേണ്ട ആവശ്യമില്ല. ഐ ടെൽ ഹർ ദാറ്റ് ഐ ഷാൽ അറ്റൻഡ് ദ സെറിമണി. സേ ടു എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഓക്കെ, ഇനി റിപ്പോർട്ടിംഗ് വേർബിലെ ടെൻസ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എല്ലാ പ്രസന്റ് ടെൻസ് വേർബ്സും വിൽ ബി ചേഞ്ച് ടു ദ കറസ്പോണ്ടിങ് പാസ്റ്റ് ടെൻസസ്. ഓക്കെ, പ്രസന്റ് ടെൻസ് എന്താണുള്ളത് അത് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാസ്റ്റ് ടെൻസിലേക്ക് മാറും. ഓക്കെ, അതായത് ഡയറക്റ്റ് സ്പീച്ചിലുള്ള, അത് ബേസിക്കായിട്ട് റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡയറക്റ്റ് സ്പീച്ചിലുള്ള പ്രസന്റ് സിമ്പിൾ ടെൻസ് പാസ്റ്റ് സിമ്പിൾ ആവും, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആവും, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ആവും, അതുപോലെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവും. അതായത് എന്തൊക്കെയാണോ അത് പ്രസന്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാസ്റ്റിലേക്ക് മാറും. പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ്, അങ്ങനെ അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ മറ്റ് ടോപ്പിക്സ് പോലെയല്ല ഇതിൽ ടെൻസ് ചേഞ്ച് വരും എന്ന് പഠിക്കണം നമ്മൾ. അതുപോലെ റിപ്പോർട്ടിംഗ് വേർബിലെ ടെൻസ് ആണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നതാണ്. റിപ്പോർട്ടിംഗ് വേർബിലെ ടെൻസ് പ്രസന്റോ ഫ്യൂച്ചറോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രസന്റോ ഫ്യൂച്ചർ ആണെങ്കിൽ ഡയറക്റ്റ് സ്പീച്ചിലെ വേർബ് മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷേ ഇൻ കേസ് റിപ്പോർട്ടിംഗ് വേർബിലെ ടെൻസ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡയറക്റ്റ് സ്പീച്ചിൽ പ്രസന്റ് ടെൻസിലെ എല്ലാ പ്രസന്റ് ടെൻസും പ്രസന്റ് ടെൻസ് വേർബ്സ് ഏത് ആണെങ്കിലും അത് കറസ്പോണ്ടിങ് ആയിട്ട് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. ഓക്കെ, പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഇതിൽ പക്ഷേ എക്സെപ്ഷൻ ഉള്ളത്, അതായത് നമ്മൾ റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസ് ആയിട്ട് പോലും ഡയറക്റ്റ് സ്പീച്ചിലെ വേർബ് മാറാതെ ഉള്ള കേസ് ഉണ്ട്. അത് ഈ 3 കേസുകളിൽ മാത്രമേ ഉണ്ടാവും. യൂണിവേഴ്സൽ ട്രൂത്ത്, ഹാബിച്വൽ ആക്ഷൻ, ഫാക്ട് വിച്ച് ഇസ് ട്രൂ അറ്റ് ദ ടൈം ഓഫ് റിപ്പോർട്ടിംഗ്. ഈ 3 കേസും എക്സെപ്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ യൂണിവേഴ്സൽ ട്രൂത്ത് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ യൂണിവേഴ്സൽ ആയിട്ട് അറിയപ്പെടുന്ന ഒരു ഫാക്ട് അല്ലെ, അതുപോലൊരു ട്രൂത്തോ ഒരു ഫാക്ടോ ആണെങ്കിൽ എന്താവും? അതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ പ്രസന്റ് ടെൻസ് ഒരു കാരണവശാലും ചേഞ്ച് ചെയ്യാൻ പാടില്ല. നമ്മൾ പഠിച്ചത് റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എന്തായാലും ചേഞ്ച് ചെയ്യുന്നതാണ്. ഇത് റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസ് ആയാൽ പോലും ഇത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് പറയുന്നതെങ്കിൽ മാറില്ല. ഓക്കെ, അതായത് അഹമ്മദ് സെഡ് എന്ന് പറയുമ്പോൾ എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, ബേസിക്കലി പാസ്റ്റ് ടെൻസ് ആണ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, അത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അല്ലെ. അപ്പൊ അഹമ്മദ് സെഡ് ദാറ്റ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് തന്നെ പറയണം. അല്ലാതെ ഇവിടെ സെഡ് വന്നതുകൊണ്ട് നമ്മൾ മാറ്റാൻ പാടില്ല, ടെൻസ് പാസ്റ്റ് ആക്കാൻ പാടില്ല. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ സൺ റോസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാവും. ഓക്കെ, അഹമ്മദ് സെഡ് ദാറ്റ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, അതാണ് യൂണിവേഴ്സൽ ട്രൂത്ത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഏത് യൂണിവേഴ്സൽ ട്രൂത്ത് വന്നാലും നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. യൂണിവേഴ്സൽ ട്രൂത്ത് തന്നെ അത്രയും ഓബ്വിയസ് ആയിട്ടുള്ള ട്രൂത്ത് ഒക്കെ എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. ഓക്കെ, അടുത്തത് ഹാബിച്വൽ ആക്ഷൻ. ഹാബിച്വൽ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ടെൻസിന്റെ ടെൻസ് സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫ്രീക്വന്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യം. അവിടെ എന്താണ്? പീറ്റർ സെഡ് ഐ പ്ലേ ഫുട്ബോൾ എവറി ഈവനിങ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു സംഭവമല്ലേ ഹാബിച്വൽ ആക്ഷൻ. അപ്പോൾ ഹാബിച്വൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഡയറക്റ്റ് സ്പീച്ചിൽ പറയുന്നതെങ്കിൽ അത് റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസ് ആയാൽ പോലും അത് ടെൻസ് മാറാൻ പാടില്ല. പീറ്റർ സെഡ് ഹി പ്ലേസ് ഫുട്ബോൾ എവറി ഈവനിങ്. ഓക്കെ, രണ്ടാമത്തെ എക്സെപ്ഷൻ കേസ് ആണിത്. എക്സെപ്ഷൻ ആണിത് ഹാബിച്വൽ ആക്ഷൻ. ഓക്കെ, എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ എന്താണ്? അതിന് ടെൻസ് മാറാൻ പാടില്ല. പ്രസന്റ് ടെൻസ് വിൽ റിമെയിൻ പ്രസന്റ് ടെൻസ് ഇറ്റ്സെൽഫ്. അടുത്തത് ഫാക്ട് വിച്ച് ഇസ് ട്രൂ അറ്റ് ദ ടൈം ഓഫ് റിപ്പോർട്ടിംഗ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഫാക്ട് വിച്ച് ഇസ് ട്രൂ അറ്റ് ദ ടൈം ഓഫ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? അതായത് നമ്മൾ ഒരു ഫാക്ട് പറയാണ്, രമേഷ് സെഡ് ഐ ആം ഗോയിങ് ടു ബൈ എ കാർ ടുഡേ. ഇപ്പൊ രമേഷ് ഇപ്പൊ പറയാണ് ഞാനൊരു കാർ വാങ്ങാൻ പോവുകയാണ്. അപ്പൊ അത് റിപ്പോർട്ട് ചെയ്യുന്ന ആള് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ആ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഈ രമേഷ് കാർ വാങ്ങാൻ പോവാണ്. ഓക്കെ, അപ്പൊ ആ ടൈം ഫ്രെയിമിനുള്ളിൽ പറയുകയാണെങ്കിൽ നമുക്ക് ടെൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പം കുറച്ച് 5 മിനിറ്റ് മുന്നെയാണ് രമേശ് പറഞ്ഞത് ഐ എം ഗോയിങ് ടു ബൈ എ കാർ ടുഡേ. ഓക്കെ, അപ്പൊ അത് വാങ്ങിയിട്ടില്ല. വാങ്ങുന്നതിനെക്കാട്ടും മുമ്പ് തന്നെ വേറൊരാൾ റിപ്പോർട്ട് ചെയ്യണം.
അപ്പൊ ആ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഫാക്ട് ഇസ് വിച്ച് ട്രൂ, ഗോയിങ് ടു ബൈ തന്നെയാണ് ഇപ്പോഴും, വാങ്ങിയിട്ടില്ല. ഓക്കെ, അങ്ങനെ ആ ഒരു ടൈം ഫ്രെയിമിൽ പറയുന്നതാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്, ഇറ്റ് ഇസ് വിൽ ബി ട്രൂ അറ്റ് ടൈം ഓഫ് റിപ്പോർട്ടിംഗ്. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് പറയുന്നത് അവിടെ ഡയറക്റ്റ് സ്പീച്ചിൽ പ്രസന്റ് ടെൻസ് മാറുമ്പോൾ അത് പ്രസന്റ് ടെൻസ് വിൽ നോട്ട് ചേഞ്ച്, അത് പ്രസന്റ് ടെൻസ് തന്നെ ആയിട്ട് ഇതിലുണ്ടാവും. എന്തുണ്ടാവും, നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലും പ്രസന്റ് ടെൻസ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ 3 കേസും എക്സെപ്ഷൻസ് ആണ്. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ പോലും ഡയറക്റ്റ് സ്പീച്ചിലെ പ്രസന്റ് ടെൻസ് ചേഞ്ച് ചെയ്യാൻ പാടില്ലാത്ത 3 കേസാണ് ഇത്. ഓക്കെ, മൂന്നാമത്തെ റൂൾ ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞത് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എന്ത് വരും, all present tense will be converted to the corresponding past tenses. ഇനി റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണ്, അതുപോലെ തന്നെ ഡയറക്റ്റ് സ്പീച്ചിലെ വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ, ഓക്കെ, ഓരോ ടെൻസ് വരുമ്പോഴും എങ്ങനെ വരും നമുക്ക് നോക്കാം. ഡയറക്റ്റ് സ്പീച്ചിലെ വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറും. ഓക്കെ, ടെൻസുകളെ കുറിച്ച് വളരെ നല്ലൊരു ധാരണ വേണം, എന്നാലേ ഇതുപോലുള്ള ടോപ്പിക്സ് ഒക്കെ പഠിക്കാൻ പറ്റൂ. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറും. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഷീ സെഡ് ഐ ലിവ്ഡ് ഇൻ മുംബൈ ഫോർ 5 years. ഐ ലിവ്ഡ് ഇൻ മുംബൈ ഫോർ 5 years പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ. അതെന്താവും, ഷീ സെഡ് ദാറ്റ് എന്തായാലും വരും. ഐ എന്ന് പറയുന്നത് ആക്ച്വലി ഷീ ആണ്. ഓക്കെ, ഷീ ഹാഡ് ലിവ്ഡ് വരും. ഐ ലിവ്ഡ്, ഷീ ഹാഡ് ലിവ്ഡ് വരും. ഓക്കെ, ഷീ ഹാഡ് ലിവ്ഡ് ഇൻ മുംബൈ ഫോർ 5 years, അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയി. സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെ, ഇതൊക്കെയാണ് നമ്മുടെ പാസ്റ്റ് ടെൻസ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു കൺവേർഷൻ വരുന്നത്. ഡയറക്റ്റ് സ്പീച്ചിലെ വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറും. ഓക്കെ, അതായത് മൈ ബ്രദർ സെഡ് ടു മീ ഐ വാസ് അപ്സെറ്റ് ബട്ട് നൗ ഐ എം ഫൈൻ, ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ ഡയറക്റ്റ് സ്പീച്ച് വന്നിട്ട് അത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാൻ പറയും. മൈ ബ്രദർ സെഡ് ടു മീ ഐ വാസ് അപ്സെറ്റ് ബട്ട് നൗ ഐ എം ഫൈൻ. ഐ വാസ് അപ്സെറ്റ് അല്ലെ, ഇപ്പൊ സിമ്പിൾ പാസ്റ്റ് ആണ്, ഐ വാസ് അപ്സെറ്റ് ആണ്. അപ്പൊ ബ്രദർ ടോൾഡ് മീ, സെഡ് ടു എന്താവും, ടോൾഡ് മീ ആവും. നാലിലും ടോൾഡ് മീ തന്നെയാണ്. ടോൾഡ് മീ ദാറ്റ് ഐ വാസ് അപ്സെറ്റ് എന്താവും, ഹി ഹാഡ് ബീൻ അപ്സെറ്റ് ആവും. അപ്പോൾ ഒന്നുകിൽ ബി അല്ലെങ്കിൽ സി. ഇനി ബട്ട് നൗ ഐ ആം ഫൈൻ, ഐ ആം ഫൈൻ എന്താണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഹി വാസ് ഫൈൻ, സിമ്പിൾ പ്രസന്റ് ആവും. അപ്പോൾ ഓപ്ഷൻ സി, മൈ ബ്രദർ ടോൾഡ് മീ ദാറ്റ് ഹി ഹാഡ് ബീൻ അപ്സെറ്റ് ബട്ട് ദെൻ ഹി വാസ് ഫൈൻ. സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ള ഐ വാസ് അപ്സെറ്റ്, ഹി ഹാഡ് ബീൻ അപ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയി, പാസ്റ്റ് പെർഫെക്റ്റ് ആയി ഹാഡ് ബീൻ. ഐ ആം ഫൈൻ എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് എന്തായി, ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആയി, ഹി വാസ് ഫൈൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ സി. ഇനി നാലാമത്തെ റൂൾ എന്ന് പറഞ്ഞാല് നമ്മളിനി റിപ്പോർട്ടിംഗ് വെർബിലെ ടെൻസ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡയറക്റ്റ് സ്പീച്ചിലെ വെർബ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ, അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താവും, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആവും. ഓക്കെ, പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആവും. ഷീ സെഡ് ഐ വാസ് ലിവിംഗ് ഇൻ മുംബൈ. ഐ വാസ് ലിവിംഗ് ഇൻ മുംബൈ, ഐ വാസ് ലിവിംഗ് എന്തായി, എന്താണ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് അല്ലെ, പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അതെന്തായി, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി, ഹാഡ് ബീൻ ലിവിംഗ്. ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് ബീൻ ലിവിംഗ് ഇൻ മുംബൈ, അങ്ങനെയാണ് വരിക. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഏതൊക്കെ ടെൻസ് ആണ് കൺവേർട്ട് ആവുന്നത് എന്ന് നോക്കുക. ഷീ സെഡ് ഐ വാസ് ലിവിംഗ് ഇൻ മുംബൈ, ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് ബീൻ ലിവിംഗ് ഇൻ മുംബൈ. ഓക്കെ, അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി. എന്താണ്, സുരേഷ് സെഡ് ടു മീ ഐ വാസ് വർക്കിംഗ് ഓൺ ആൻ ഇമ്പോർട്ടന്റ് പ്രോജക്ട് ലാസ്റ്റ് വീക്ക്. അപ്പൊ സുരേഷ് സെഡ് ടു ടോൾഡ് ഐ വാസ് വർക്കിംഗ്, അതെന്താണ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവും. അപ്പൊ സുരേഷ് ടോൾഡ് മീ ഹി ഹാഡ് ബീൻ വർക്കിംഗ്, അതെന്താ, ഒന്നുകിൽ ബി അല്ലെങ്കിൽ ഡി അല്ലെ. ഹി ഹാഡ് ബീൻ വർക്കിംഗ് ഓൺ എൻ ഇമ്പോർട്ടന്റ് പ്രോജക്ട് ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്, അത് ദ പ്രീവിയസ് വീക്ക് ആവും. ലാസ്റ്റ് വീക്ക് അല്ല, പ്രീവിയസ് വീക്ക്. കാരണം നമ്മൾ ഈ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ ഈ സെന്റൻസ് ഡയലോഗ് പറയുമ്പോൾ ഉള്ള പോയിന്റ് ഓഫ് ടൈമിൽ ഉള്ളതുകൊണ്ടാണ് ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത്. പക്ഷെ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ശേഷമാണ് പറയുന്നത് അല്ലെ. അപ്പൊ ലാസ്റ്റ് വീക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ ദ പ്രീവിയസ് വീക്ക് എന്ന് വരാം. ഓപ്ഷൻ ഡി അല്ലെ, ലാസ്റ്റ് വീക്ക് വരാൻ പാടില്ല, ദ പ്രീവിയസ് വീക്ക് എന്ന് കറക്റ്റ് ആയിട്ട് വരണം. അപ്പൊ അത് ശ്രദ്ധിക്കുക. നമ്മൾ റിപ്പോർട്ട് ഡയറക്റ്റ് സ്പീച്ചിലുള്ള ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളുണ്ടാവും, ഇതുപോലെ ടൈം ഫ്രെയിം ഒക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, ഒരു ഡീറ്റെയിൽ ഉണ്ടാവും, ഇൻഫർമേഷൻ ഉണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാറ്റം വരുത്തണം. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, എന്നാൽ നമുക്ക് എങ്ങനെയാണ് ഇത് മാറ്റം വരിക എന്നൊക്കെ കുറച്ചുകൂടെ മനസ്സിലാവാം. ഓക്കെ, അഞ്ചാമത്തെ റൂൾ എന്ന് പറയുന്നത്, ഇനി റിപ്പോർട്ടിംഗ് വെർബിലെ ടെൻസ് പാസ്റ്റ് ടെൻസ് ആണ്, ഡയറക്റ്റ് സ്പീച്ചിലെ വെർബ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസോ ആണെങ്കിൽ, ഓക്കെ, verb in the direct speech is either ഏതൊക്കെയാണ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസോ പാസ്റ്റ്
പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസോ ആണെങ്കിൽ എന്താവും? റിപ്പോർട്ടഡ് സ്പീച്ചിലെ ടെൻസ് മാറില്ല, വിൽ നോട്ട് ചേഞ്ച്. ഓക്കെ, ഷീ സെഡ് ഐ ഹാഡ് ലിവ്ഡ് ഇൻ മുംബൈ. അതെന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലെ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് വരുന്നതെങ്കിൽ അതെന്താവും? നമുക്ക് അത് തന്നെ വരും. ഷീ സെഡ് ദാറ്റ് ഹി ഹാഡ് ലിവ്ഡ് ഇൻ മുംബൈ വരും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് മാറുക. സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസിനാണ് ഡയറക്റ്റ് സ്പീച്ച് എങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് വരുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പക്ഷെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഡയറക്റ്റ് സ്പീച്ചിലെങ്കിൽ അത് മാറില്ല. ഓക്കെ, അതുപോലെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഡയറക്റ്റ് സ്പീച്ചിലാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് വരുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരും അല്ലെ? പക്ഷെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഡയറക്റ്റ് സ്പീച്ചിൽ വരുന്നതെങ്കിൽ അതിൽ മാറ്റം വരില്ല. ഇവിടെ ഷീ സെഡ് ഐ ഹാഡ് ബീൻ ലിവിംഗ് ഇൻ മുംബൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐ ഹാഡ് ബീൻ ലിവിംഗ് ഇൻ മുംബൈ. അപ്പോൾ അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അത് തന്നെ വന്നിട്ടുള്ളൂ. എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് വന്നപ്പോൾ ഒരു മാറ്റം വന്നിട്ടില്ല. ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് ബീൻ ലിവിംഗ് ഇൻ മുംബൈ എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ എല്ലാ ടെൻസും ഇപ്പം പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ടെൻസ് ഡയറക്റ്റ് സ്പീച്ചിൽ വരുമ്പോൾ അതിന് എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് വരുമ്പോൾ മാറ്റം വരുന്നത്, അത് കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കുക, കൃത്യമായിട്ട് പഠിക്കുക. ടേബിൾ ഉണ്ടാക്കിക്കോളൂ. ഇങ്ങനെയാണ് വരിക പാസ്റ്റ് ഫോം. അതായത് നമ്മൾ നേരത്തെ പ്രസന്റ് ഫോം കറസ്പോണ്ടിങ് ആയിട്ട് പാസ്റ്റിലേക്ക് മാറുന്നു പറഞ്ഞു. ഇനി പാസ്റ്റ് ടെൻസിലാണ് വരുന്നതെങ്കിൽ ശ്രദ്ധിക്കണം, ഇത് പ്രൊവൈഡഡ് എന്താണ്? റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മാത്രമേ ഇതൊക്കെ സംഭവിക്കൂ. റിപ്പോർട്ടിംഗ് വേർബ് പ്രസന്റ് ടെൻസോ ഫ്യൂച്ചർ ടെൻസോ ആണെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എന്ത് വരും? ഓൾ പാസ്റ്റ് ടെൻസ് വിൽ ബി എന്താവും? പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് പെർഫെക്റ്റ് ആവും. ഇത്രയും നമ്മൾ പഠിച്ച കാര്യങ്ങൾ അതൊക്കെ. പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് പെർഫെക്റ്റ് ആയി. പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി. പാസ്റ്റ് പെർഫെക്റ്റ് തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഒരു മാറ്റവും ഇല്ല. ഓക്കെ, അതാണ് ഇപ്പോൾ ഇങ്ങനെ ടെൻസുകളുടെ മാറ്റം വരുന്നത്. ഇനി ആറാമത്തെ റൂൾ, നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് റിപ്പോർട്ടിലേക്ക് മാറ്റുമ്പോൾ ഫ്യൂച്ചർ ടെൻസിലുള്ള വില്ല് അല്ലെങ്കിൽ ഷാല്, ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ പറയുന്നത് ഡയറക്റ്റ് സ്പീച്ചിൽ എന്താ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് വരുമ്പോൾ വുഡ് ആയി മാറും. ഓക്കെ, വില്ലും ഷാലും വുഡ് ആവും. ശ്രദ്ധിക്കണം. ഇഷ സെഡ് ഐ വിൽ ഡു ദ ഹോംവർക്ക് ഇൻ ദ ഈവനിങ്. ഐ വിൽ ഡു ദ ഹോംവർക്ക് ഇൻ ദ ഈവനിങ്. അപ്പോൾ ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഫ്യൂച്ചർ ടെൻസ് അല്ലേ? ഐ വിൽ ഡു ദ ഹോംവർക്ക് ഇൻ ദ ഈവനിങ് എന്താവും? ഇഷ സെഡ് ദാറ്റ് ഷീ വുഡ് ഡു ദ ഹോംവർക്ക് ഇൻ ദാറ്റ് ഈവനിങ്. ഷീ വുഡ് ഡു ദ ഹോംവർക്ക് ഇൻ ദാറ്റ് ഈവനിങ്. ഓക്കെ, അതുപോലെ അല്ലെ, വി വിൽ പ്ലേ ക്രിക്കറ്റ്. ചിൽഡ്രൻ സെഡ് ദാറ്റ് ദേ വുഡ് പ്ലേ ക്രിക്കറ്റ്. വിൽ എന്തായി? വുഡ് ആയി. പിന്നെ മറ്റ് വാക്കുകളിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ചിൽഡ്രൻ സെഡ്, അതുപോലെ തന്നെ സെഡ് ടു ആയിരുന്നുവെങ്കിൽ ടോൾഡ് ആയനെ. സെഡിന് ശേഷം എന്തായാലും നമുക്ക് ദാറ്റ് വേണം. ഏത് നമ്മൾ റിപ്പോർട്ടിംഗ് വേർബ് എങ്ങനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? ദാറ്റ് വേണം അല്ലെ? സെഡ് ദാറ്റ്. വി എന്ന് പറയുന്നത് ചിൽഡ്രൻ ആണ്, ഐ മീൻ പ്ലൂറലാണ്. സോ ദേ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ദേ ആവും. വില്ല് വുഡ് ആവും. പ്ലേ ക്രിക്കറ്റ്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ടെൻസുകളെ കുറിച്ച് ഇവിടെ നമ്മൾ ഇതാണ് നമ്മൾ ടെൻസിനെ കുറിച്ച് പറയുന്നത് അല്ലെ? അതായത് ഫ്യൂച്ചർ ടെൻസ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസ് ഒക്കെ എങ്ങനെ വന്നാലും, പ്രസന്റ് ടെൻസ് വന്നാൽ എന്ത് വരും, പാസ്റ്റ് ടെൻസ് വന്നാൽ എന്ത് വരും. ഇപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ആക്ച്വലി എന്താണ്? ഈ റൂൾ പറയുന്നത് എന്താണ്? ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചാണ് അല്ലെ? ഫ്യൂച്ചർ നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച്, ഫ്യൂച്ചർ ടെൻസിൽ ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ വില്ലും ഷാലും എന്താവും? വുഡ് ആവും. പക്ഷെ ഇവിടെ ഒരു റിക്വസ്റ്റിനെ കുറിച്ചോ ഒരു സജഷനെ കുറിച്ചോ ആണ് പറയുന്നതെങ്കിൽ, റിക്വസ്റ്റോ സജഷനോ ആണ് നമ്മൾ പറയുന്നതെങ്കിൽ, കോണ്ടെക്സ്റ്റ് എങ്കിൽ എന്താവും? ഷാൽ വിൽ ബിക്കം ഷുഡ്. ഓക്കെ, ഷാൽ ഷുഡ് ആവും. ഷീ സെഡ് ഷാൽ വി ഗോ ടു ദ മൂവീസ്. ഷാൽ വി ഗോ ടു ദ മൂവീസ് പറയുമ്പോൾ സിനിമ കാണാൻ പോയാലോ എന്ന് സജസ്റ്റ് ചെയ്യണം. സജഷൻ ആയതുകൊണ്ട് ഷീ ആസ്ക്ഡ് വെദർ ദേ ഷുഡ് ഗോ ടു ദ മൂവീസ്. ഓക്കെ, വി ആയതുകൊണ്ട് ദേ ആയി അല്ലെ? വി ബിക്കേം ദേ. പിന്നെ ഷീ ആസ്ക്ഡ് വെദർ ദേ ഷുഡ് ഗോ ടു ദ മൂവീസ്. കാരണം ആ മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് വരുന്നത്. സെഡ് അത് ചോദ്യമായതുകൊണ്ട് ആസ്ക്ഡ് ആയി. അതുപോലെ തന്നെ എപ്പോഴാണ് ഈ വെദർ ഒക്കെ വരിക? അതായത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യും അല്ലെ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, പോണോ വേണ്ടയോ. ഇപ്പൊ ഷീ ആസ്ക്ഡ് വെദർ ദേ ഷുഡ് ഗോ ടു ദ മൂവീസ്. വെദർ വി ബിക്കേം ദേ, ഷാൽ ബിക്കേം ഷുഡ്. ഓക്കെ, എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഷീ സെഡ് മൈ ഫ്രണ്ട്സ് ആർ അറൈവിംഗ് ടുമോറോ. ഹി സെഡ് മൈ ഫ്രണ്ട്സ് ആർ അറൈവിംഗ് ടുമോറോ. അപ്പൊ ഇത് ഏത് ടെൻസ് ആണ്? നമുക്കറിയാം ഈ സെഡ് എന്ന് പറയുമ്പോൾ സെഡ് പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ? അപ്പൊ റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ മൈ ഫ്രണ്ട്സ് ആർ അറൈവിംഗ് ടുമോറോ, അവിടെ എന്ത് വേണം? നമുക്ക് ഇത് മാറ്റണം. മൈ ഫ്രണ്ട്സ് ആർ അറൈവിംഗ് ടുമോറോ എന്തായി? അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഹി സെഡ് ദാറ്റ് മൈ ഫ്രണ്ട്സ് ബിക്കേം ഹിസ് ഫ്രണ്ട്സ്, ആർ അറൈവിംഗ്, വേർ അറൈവിംഗ്, ടുമോറോ എന്തായി? ദ നെക്സ്റ്റ് ഡേ ആയി അല്ലെ? അപ്പൊ ടെൻസ് മാറ്റം വരുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രസന്റ് ടെൻസ് മൊത്തം കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാസ്റ്റ് ടെൻസ് ഒക്കെ മാറും. ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ആയി. He said to his mom, I did not break the toy. Okay, I did not break the toy.
said to past tense ആണ് മാറ്റണം. said to told ആവും. his mom told his mom അല്ലെ. that I എന്താവും? I എന്ന് പറഞ്ഞാൽ he ആണ് അല്ലെ. I did not break എന്താണിത്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. I did not break. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആവുമ്പോൾ എന്ത് വരും? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വരും അല്ലെ. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. that he had not broken. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വരുമ്പോൾ നമ്മൾ അറിയാം ഹാഡ് ആണ് എന്തായാലും വരിക. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എങ്ങനെ വന്നാലും ഹാഡ് വരും അല്ലെ. had not ബ്രേക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ broken the toy. Okay, he told his mom that he had not broken the toy. അപ്പൊ ടെൻസിൽ വരുന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് എക്സാമ്പിൾസ് ചെയ്തു നോക്കുക. ഓക്കെ, എങ്ങനെയൊക്കെയാണ് പാസ്റ്റ് ഈ ഒരു റൂൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഒരു പ്രശ്നം വരില്ല. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. The teacher said to the students, it is time you started preparing for your exam. The teacher said to his students. said to became told. പിന്നെ that എന്താണ്? ഇറ്റ് ഇസ് ടൈം ഉള്ളത് ഇറ്റ് വാസ് ടൈം ആയി. സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ്. യു എന്നുള്ളത് ഡേ ആയി. സ്റ്റാർട്ടഡ് പ്രിപ്പയറിംഗ് എന്നുള്ളത് പ്രസന്റ് ടെൻസ് സ്റ്റാർട്ടഡ് പ്രിപ്പയർ എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആയി. ഹാഡ് സ്റ്റാർട്ടഡ് പ്രിപ്പയറിംഗ് എന്നുള്ളത് എന്താണ്? ഒരു ഇതാണ് അല്ലെ, ഒരു ജെറണ്ട് ഫോം ആണ്. പ്രിപ്പയറിംഗ് ഫോർ യുവർ എക്സാം ഉള്ളത് ദിയാർ എക്സാം ആയി. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ഇന്ററോഗേറ്റീവ് സെന്റൻസിൽ എന്താണ് സംഭവം നമ്മൾ പഠിച്ചിട്ടില്ല. ഇന്ററോഗേറ്റീവ് സെന്റൻസ് പറഞ്ഞാൽ ചോദ്യം ചോദിക്കുന്ന ടൈപ്പ് സെന്റൻസ് ആണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഹി സെഡ് ടു മീ ഡു യു നോ മൈ നെയിം. ഡു യു നോ മൈ നെയിം എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പൊ ഈ ഡയറക്റ്റ് സ്പീച്ചിലുള്ള ചോദ്യമാണ്. നമ്മൾ എന്ത് വരും? ഹി ആസ്ക്ഡ് മീ ഇഫ് ഐ ന്യൂ ഹിസ് നെയിം. സെഡ് ടു എന്നുള്ളത് ചോദ്യമായതുകൊണ്ട് ആസ്ക്ഡ് ആയി. ഇനി ഡു യു നോ മൈ നെയിം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഇഫ് ആണ് വരിക. ഓക്കെ, ഹി ആസ്ക്ഡ് മീ ഇഫ് യു എന്നുള്ളത് ഐ ആയി, കാരണം എന്നോടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അവൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ അയാൾ എന്ന് പറയുന്ന വ്യക്തി എന്നോട് ചോദിച്ചു, അപ്പം ഞാനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇഫ് ഐ ആണ്. ഇനി ഡു യു നോ എന്നുള്ളത് എന്തായി? ന്യൂ ആയി അല്ലെ. സിമ്പിൾ പ്രസന്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയി. മൈ നെയിം എന്നുള്ളത് ഹിസ് നെയിം ആയി, കാരണം ഹി ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് വരുന്നതെങ്കിൽ ഹി സെഡ് വേർ ഷാൽ ഐ ബി ദിസ് ടൈം നെക്സ്റ്റ് മന്ത്. എക്സ്ക്ലമേഷൻ മാർക്കൊക്കെ ഉള്ളത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് പറയുമ്പോൾ നമ്മളൊരു അതിശയം അതുപോലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. അപ്പം അടുത്ത മാസം ഹി സെഡ് അവൻ പറഞ്ഞു ഞാൻ അടുത്ത മാസം എവിടെയായിരിക്കും, ഈ സമയം അടുത്ത മാസം ഞാൻ എവിടെയായിരിക്കും എന്ന് എന്താണ് എക്സ്ക്ലമേറ്ററി ആയിട്ട് എക്സ്ക്ലമേഷൻ പറയാം അല്ലെ. ലൈക്ക് അങ്ങനെ പറയാം. അപ്പൊ വേർ ഷാൽ ഐ ബി ദിസ് ടൈം നെക്സ്റ്റ് മന്ത്. അപ്പൊ എന്താ പറയാ? ഹി വണ്ടേർഡ് വെർ he would be that time the following month. അല്ലെ, he wondered where he would be that time. where shall എന്തായി? would ആയി. കാരണം എപ്പോഴാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സാധാരണ കേസിൽ will അല്ലെങ്കിൽ shall ഫ്യൂച്ചർ ടെൻസിൽ ഫ്യൂച്ചറിലെ കാര്യം പറയുകയാണെങ്കിൽ എന്താ? അത് would ആവും. so where shall he would ആയി. shall I became he would. where he would be this time എന്നുള്ളത് that time ആയി. നെക്സ്റ്റ് മന്ത് ഉള്ളത് ദ ഫോളോയിങ് മന്ത് ആയി. ദ ഫോളോയിങ് മന്ത്. അപ്പോൾ എക്സ്ക്ലമേഷൻ മാർക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഹി വണ്ടേർഡ് ആയിരിക്കണം അല്ലെ. ഹി വണ്ടേർഡ് എന്ന് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പൊ അത് ഓപ്ഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടാവും. ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഹി വണ്ടേർഡ് എന്താണ് ഓപ്ഷനിൽ പറയുന്നത് അത് അനുസരിച്ചിട്ട് ആൻസർ ചെയ്യും. ഹി വണ്ടേർഡ് വേർ ഓക്കെ ഷാൽ ഐ ബിക്കേം ഹി വുഡ് ബി. അതുപോലെ തന്നെ ദിസ് ടൈം ദാറ്റ് ടൈം ആയി. നെക്സ്റ്റ് മന്ത് ദ ഫോളോയിങ് മന്ത് ആയി. ഇനി ഇമ്പറേറ്റീവ് സെന്റൻസ് തന്നെ എന്താണ്? ഒരു ഓർഡർ അല്ലെങ്കിൽ റിക്വസ്റ്റ് പറയുന്ന അല്ലെ, ഒരു റിക്വസ്റ്റോ അല്ലെങ്കിൽ ഓർഡറോ പറയുന്ന ഒരു കാര്യം ചെയ്യാൻ പറയുന്ന ഒരു ടൈപ്പ് സെന്റൻസ് ആണ്. അപ്പൊ ഹി സെഡ് ഗെറ്റ് ഔട്ട്. ഹി സെഡ് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്റ്റ് സ്പീച്ച് ആണ്. അതെങ്ങനെ മാറ്റാം? അപ്പോൾ ഗെറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓർഡേർഡ് ആവും അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ട് അത് എങ്ങനെ ചെയ്യാം? നമുക്ക് കൺവേർട്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞാൽ തന്നെ ഓപ്ഷൻസിൽ ഉണ്ടാവും കൃത്യമായിട്ട്. ഹി ഓർഡേർഡ് മീ ടു ഗെറ്റ് ഔട്ട്. ഓക്കെ, ഹി ഓർഡേർഡ് മീ ടു ഗെറ്റ് ഔട്ട്. മദർ സെഡ് ടു മീ ടേക്ക് യുവർ ജാക്കറ്റ് വിത്ത് യു വെൻ യു ഗോ ഔട്ട്. അത് ഒരു ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ മദർ സെഡ് ടു മീ ഇതൊരു അഡ്വൈസ് ആണ് അല്ലെ. അപ്പൊ അഡ്വൈസ് ടു മീ ടു ടേക്ക് മൈ ജാക്കറ്റ്. യുവർ ജാക്കറ്റ് മൈ ജാക്കറ്റ് ആയി. വിത്ത് യു എന്നുള്ളത് വിത്ത് മീ ആയി. പിന്നെ വെൻ യു ഗോ ഔട്ട് വെൻ ഐ വെന്റ് ഔട്ട് ആയി. ഓക്കെ, വെൻ യു ഗോ ഔട്ട് വെൻ ഐ വെന്റ് ഔട്ട് ആയി. യു ഗോ സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് ആയി. ഇവിടെ നമ്മൾ ഇംപറേറ്റീവ് സെന്റൻസിൽ ഗെറ്റ് ഔട്ട് എന്നുള്ളത് അവിടെ ഒരു മാറ്റം വന്നിട്ടില്ല അല്ലെ. ഗെറ്റ് ഔട്ട് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇതുപോലത്തെ ഇംപറേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? ഓർഡേർഡ് ഒക്കെ ആണെങ്കിൽ അത് അതേപോലെ തന്നെ ചെയ്യാം. മീ ടു ഗെറ്റ് ഔട്ട് അല്ല ടു ഗോട്ട് ഔട്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഹി ഓർഡേർഡ് മീ ടു ഗെറ്റ് ഔട്ട്. ഓക്കെ,
ഇനി ഇമ്പറേറ്റീവ് സെന്റൻസ് he said to the mailman either go or wait. either go or wait. അതെങ്ങനെയാ? he asked the mailman. അതായത് ഒന്നുകിൽ ഒരു യെസ് ഓർ നോ പോലത്തെ ക്വസ്റ്റൻ അല്ലേ, ഒന്നുകിൽ ഇത് ചെയ്യുക അല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ട് ഏതെങ്കിലും ഒന്ന് ചെയ്യുക എന്നുള്ളത് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ആണെങ്കിൽ he said to the mailman. അപ്പൊ അവിടെ asked തന്നെ പറയാം. ഓക്കെ, ചോദ്യം അല്ലെങ്കിലും നമ്മുടെ asked എന്ന് പറയാം. he asked to do this, to do this. അപ്പൊ he asked the mailman either to, ഒരു കാര്യം ചെയ്യാൻ പറയാണ്. അപ്പൊ he asked me to do this എന്ന് പറയുള്ളൂ. he asked me to help him. അങ്ങനെ അപ്പൊ ഒരു കാര്യം ചെയ്യാൻ പറയുന്നുണ്ട് നമ്മൾ, അങ്ങനെ ആ ഒരു അർത്ഥത്തിലാണ് asked എന്ന് ഉദ്ദേശിക്കുന്നത്. he asked the mailman എന്ത് ചെയ്യുക? either to go or wait. അപ്പൊ ഇങ്ങനെ ഒരു രീതിയിലാണ് എപ്പോഴും ഇമ്പറേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വരിക. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് he said get out അല്ലെ. he said get out എന്നുള്ളത് ഇവിടെ he said get out എന്നുള്ളത് he ordered me. ഇവിടെ me എന്ന് പറയുന്നില്ലെങ്കിലും you get out എന്ന് പറയുന്നില്ല. you get out എന്ന് പറയാത്തതുകൊണ്ടാണ് me ഇവിടെ പറയുന്നില്ല. ബേസിക് ആയിട്ട് പറയുന്നുണ്ട് ഇവിടെ, പറയുന്നില്ലെങ്കിൽ ഇവിടെ you get out ഉണ്ട്. he ordered me to get out. to എന്ന് പറഞ്ഞിട്ട് ആണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ either go or wait, either to go or wait. ഓക്കെ, ഇനി എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഇതേപോലെ തന്നെ he said, നേരത്തെ പറഞ്ഞ പോലെ തന്നെ bravo you played very well. he applauded him saying that he had played very well. ഓക്കെ, ഇവിടെ ഒന്നും ടെൻസുകൾക്ക് കാര്യമായിട്ട് മാറ്റങ്ങളില്ല. മാറ്റം എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചതിന് മാറ്റമില്ല. he said എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് you played well എന്തായി? he had played very well ആയി. you played very well, he had played very well ആയി. simple past tense became past perfect tense അല്ലേ. he applauded him. എക്സ്ക്ലമേറ്ററി, അതുപോലെ ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണെങ്കിൽ applauded him എന്നൊക്കെ പറഞ്ഞു അല്ലെ. saying that എന്താണ്? he applauded him saying that എന്നൊക്കെയാ വരിക. ഓക്കെ, saying that. you എന്നുള്ളത് he ആയി. he had played very well. അതുപോലെ he said how stupid of me. he confessed with regret that he was very stupid. he said how stupid of me എന്നൊരു ഒരു എക്സ്ക്ലമേഷൻ ആണ്. അപ്പം he confessed with regret. അങ്ങനെ ഒരുപാട് ടേംസ് എന്തിലുണ്ടാവും? നമ്മളെ ഓപ്ഷൻസിൽ ഉണ്ടാവും. അത് അപ്രോപ്രിയേറ്റ് ആയി ചൂസ് ചെയ്യാം. അത് ഇതുപോലെ തന്നെ ചെയ്യാം. that he was very stupid. how stupid എന്ന് പറയുമ്പോൾ he was very stupid. he was very stupid. okay, she said what an idiot Tom is. അപ്പൊ she exclaimed that Tom was a big idiot. അപ്പൊ എന്ത് വന്നാലും എന്ത് ചെയ്യാം? നമുക്ക് ഇത് റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ പഠിച്ച അതേ റൂൾ തന്നെ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. അതായത് പാസ്റ്റ് ടെൻസ് പ്രസന്റ് ടെൻസ് നേരെ പാസ്റ്റ് ടെൻസ് ആവും. പിന്നെ പാസ്റ്റിന്റെ ഓരോ ഫോമിലും എങ്ങനെ മാറ്റം വരും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആകെ എക്സെപ്ഷൻ ഉള്ളത് 3 കേസാണ്: യൂണിവേഴ്സൽ ട്രൂത്ത്, ഹാബിച്വൽ ആക്ഷൻ, പിന്നെ ഫാക്ട് വിച്ച് ഇസ് ട്രൂ അറ്റ് ദ ടൈം ഓഫ് റിപ്പോർട്ടിംഗ്. നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സോ ഷീ exclaimed that Tom was a big idiot. is became was. okay, she said alas I am done. she exclaimed with sorrow that she was done. okay, അടുത്തത് കുറച്ച് ക്വസ്റ്റ്യൻസ്. do the staff have any problem? the manager asked. do the staff have any problem? അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ have ആക്ച്വലി ഒരു ഓക്സിലറി വേർബ് അല്ല, ഇവിടെ മെയിൻ വേർബ് ആണ്. ഓക്കെ, മെയിൻ വേർബ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ have had ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ തെറ്റാണ്. have had വേണ്ട, had വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് സിമ്പിൾ ആയിട്ട് the manager inquired whether the staff had any problem എന്ന് പറഞ്ഞാൽ മതി. ഈ have എന്നുള്ള മെയിൻ വേർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് had. അത് ഓക്സിലറി വേർബ് അല്ല. ഓക്കെ, അതുകൊണ്ടാണ് do the staff have any problem. do plus have, അത് അടുത്തത് did plus have ആകുമ്പോൾ had ആയി അല്ലെ. മാനേജർ asked എന്നുള്ളത് ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ടെൻസ് വരുമ്പോൾ എന്ത് വരും? ഇവിടെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡയറക്റ്റ് സ്പീച്ചിന്റെ വേർബിന്റെ ടെൻസ് മാറണം. ബട്ട് do the staff ആവുന്ന ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ആവുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആവണം. സിമ്പിൾ പാസ്റ്റ് എന്താണ്? അത് have ഒരു മെയിൻ വേർബ് ആകുമ്പോൾ അത് had ആണ് ഇതിന്റെ സിമ്പിൾ പാസ്റ്റ് ആകുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ do the staff play cricket every day എന്നാണ് ചോദിക്കുന്നത്. do the സ്റ്റാഫിന് ശേഷം വേറെ എന്തെങ്കിലും വേർബ് ആണ്, പ്ലേ എന്ന് പറഞ്ഞിട്ട് വേർബ് ആണെങ്കിൽ എന്ത് വരും? അപ്പൊ പ്ലേഡ് എന്ന് വരും. the manager inquired whether the staff played cricket. ഓക്കെ, പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കൃത്യമായിട്ട് ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റൻ ആണെങ്കിൽ എന്ത് വരും? the manager inquired whether the staff ഹാഡിന് പകരം പ്ലേഡ് ക്രിക്കറ്റ് അല്ലെ, പ്ലേഡ് ക്രിക്കറ്റ് എന്ന് വരിക. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ ഹാവ് എന്താണ്? ഇവിടെ ഒരു മെയിൻ വേർബ് ആണ്, ഓക്സിലറി വേർബ് അല്ല. അതുകൊണ്ടാണ് ഹാവ് ഹാഡ് ആയത്. he said to the doctor how soon will I be able to walk again. he said to the doctor. said to എന്തായി? told ആയി. ഓക്കെ, ബേസിക്കലി ഇവിടെ ക്വസ്റ്റൻ ആയതുകൊണ്ട് ടോൾഡ് പറയേണ്ട ആവശ്യമില്ല, ആസ്ക്ഡ് എന്നാ പറയാം അല്ലെ. എന്തായാലും ആസ്ക്ഡ് തന്നെ വേണം, ആസ്ക്സ് വരാൻ പാടില്ല. അപ്പൊ ഇത് വരാവില്ല. ആസ്കിങ്, he is asking ഒന്നും വരില്ല. ഇങ്ങനെ തന്നെ നമുക്ക് മനസ്സിലായ ഓപ്ഷൻ ബി ആണ്. he asked the doctor how soon
will എന്തായി would ആയി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്യൂച്ചറിന്റെ കാര്യം പറയുമ്പോൾ വില്ലും ഷാലും വുഡ് ആവും. will became would, I became he, പിന്നെ be able to walk again. അതൊക്കെ കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി. The old man said to me, life has taught me some hard lessons. അപ്പോൾ ഇവിടെ എന്താണ് said to എന്ന് പറയുമ്പോൾ വീണ്ടും told ആയി. അപ്പോൾ tells കട്ട് ചെയ്യാം, ഓക്കെ, എ കട്ട് ചെയ്യാം, tells me ഇവിടെയും കട്ട് ചെയ്യാം. ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഡി വരാം. എന്തൊക്കെയാണ് told me that, told me this ന്റെ ആവശ്യമില്ല, told me this ന്റെ ആവശ്യമില്ല. അപ്പോൾ അവിടെ തന്നെ ഓപ്ഷൻ ഡി ആണ്. old man told me that life has taught എന്തായി had taught. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണിത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലെ. പ്രസന്റിന്റെ അതേ കറസ്പോണ്ടിങ് ആയിട്ട് പാസ്റ്റ് ആവും. അപ്പൊ ലൈഫ് ഹാസ് ടോട്ട് മീ എന്തായി ലൈഫ് ഹാഡ് ടോട്ട് ഹിം ആയി. ഓക്കെ, ലൈഫ് ഹാഡ് ടോട്ട് മീ ഉള്ളത് ഹിം ആയി. സം ഹാർഡ് ലെസൺസ്. ഓപ്ഷൻ ഡി. I said to my father, I want to build a raft which can hold 4 people. അപ്പൊ said to told ആണ്, അപ്പൊ ഏതും വരാം. I told my father that I want എന്തായി സിമ്പിൾ പ്രസന്റ് ആണ്, അത് I wanted ആണ്. അപ്പൊ I am wanting വരില്ല. I wanted ഏതൊക്കെ വരുന്നത് ബിയും ഡി ഉണ്ട്. I am wanting വരില്ല. അപ്പൊ ഓപ്ഷൻ എയും വരില്ല, സിയും വരില്ല. either ബി or ഡി. I wanted to build a raft which could hold 4 people. ഓക്കെ, ഇവിടെ എന്താണ് ഇവിടെ രണ്ട് ദാറ്റ് ഉണ്ട്, അതിന്റെ ആവശ്യമില്ല, ഡി തന്നെ. അപ്പൊ ഓപ്ഷൻ ഡി. I told my father that I want ഉള്ളത് wanted I to build a raft which can ഉള്ളത് could I hold 4 people. What a beautiful sight this is, said Rita. അപ്പൊ ഒരു എക്സ്ക്ലമേഷൻ സെന്റൻസ് അല്ല, എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. said Rita. അപ്പൊ റീത്ത said ആയതുകൊണ്ട് said Rita ആയതുകൊണ്ട് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് മാറ്റം വരണം അല്ലെ. What a beautiful sight this is. This is എന്താവും was ആവുമ്പോ റീത്ത exclaimed that it was a beautiful sight എന്ന് സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മള് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് റിപ്പോർട്ട് സ്പീച്ചിന്റെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എല്ലാ ബേസിക്സും കവർ ചെയ്തിട്ടുണ്ട്, നമ്മൾ എല്ലാ ടൈപ്പും കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒരു ഏതാണ്ട് രൂപം കിട്ടും. നമുക്ക് ക്ലാസ് എടുത്ത് പറയുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്, കാരണം അത്രയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂസേജസ് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് എല്ലാം നമുക്ക് പറയാൻ പറ്റില്ല, ക്ലാസ് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ബൈ.